മാലദ്വീപ് പ്രസിഡന്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം തള്ളി ഇന്ത്യ. വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനുപമ ശ്രീദേവി ചേരുന്നുണ്ട്. അനുപമ, വളരെ ഗുരുതരമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ വിശദീകരണം വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, ഇക്കഴിഞ്ഞ ഡിസംബർ 30-നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഗുരുതര ആരോപണം ഉന്നയിക്കുന്ന ഇത്തരമൊരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. ഏഷ്യയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഗൂഢപദ്ധതി എന്ന തലക്കെട്ടോടെയായിരുന്നു ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിനെ ഇംപീച്ച്മെന്റിലൂടെ അട്ടിമറിക്കാനായിട്ട് പദ്ധതി നടത്തിയെന്നും ഇതിന് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പ്രതിപക്ഷ പാർട്ടിയായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളെ സമീപിച്ചുവെന്നുമായിരുന്നു ആരോപണം. ഇങ്ങനെ സമീപിച്ചത് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗമായ റോ ഏജന്റുമാരാണെന്നും ഈ ഒരു നീക്കം മാസങ്ങളോളം കോഴ നൽകി ഭരണകക്ഷി അംഗങ്ങളടക്കം പാർലമെന്ററി അംഗങ്ങളെ സ്വന്തം വഴിക്കാക്കി ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം മുന്നോട്ട് വെച്ച് ഈ കോഴയിലൂടെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനായിരുന്നു നീക്കം. ഈ ഒരു നീക്കത്തിലേക്കുള്ള പ്രകോപനമായി പറയുന്നത് ചൈനീസ് അനുകൂല ഇന്ത്യ വിരുദ്ധ ഇന്ത്യ ഔട്ട് എന്ന ആഹ്വാനത്തിന്റെ വക്താവായിരുന്നു ഈ മുഹമ്മദ് മുയൂസു എന്ന മാലിദ്വീപിയൻ പ്രസിഡന്റ്. ഈ ഒരു കാരണമാണ് പ്രകോപനമായി ഇങ്ങനെ ഒരു ഇംപീച്ച്മെന്റ് ഇംപീച്ച്മെന്റ് അട്ടിമറിയിലേക്ക് ഇന്ത്യ കണക്കാക്കിയതെന്നാണ് റിപ്പോർട്ട് ആരോപിച്ചിരുന്നത്. ഏതായാലും ഈ റിപ്പോർട്ട് പൂർണ്ണമായും വസ്തുതാ വിരുദ്ധമാണെന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാൾ പ്രതിവാര ബ്രീഫിംഗിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ വിഷയത്തിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണമാണിത്. നേരത്തെ തന്നെ മാലിദ്വീപിയൻ ഡെമോക്രാറ്റിക് വിഭാഗം ഈ ആരോപണം പൂർണ്ണമായി തള്ളിയിരുന്നു. ഈ റിപ്പോർട്ട് തള്ളുക മാത്രമല്ല ചെയ്യുന്നത്, ഇന്ത്യയുടെ ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു രീതിയാണ് വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെതെന്നും മറ്റ് റിപ്പോർട്ടുകളും ഇന്ത്യയെ സംബന്ധിക്കുന്ന മറ്റ് റിപ്പോർട്ടുകളിലും ഈ ഒരു ശത്രുതാ മനോഭാവം കാണാമെന്ന നിലയിലുമാണ് ഇപ്പോൾ രൺധീർ ജയ്സ്വാളിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഔദ്യോഗിക പ്രതികരണം വരുന്നത് മാലിദ്വീപിൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ 3 ദിവസത്തിലെ ഈ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഔദ്യോഗിക പ്രതികരണ വിഷയത്തിൽ നൽകുന്നതെന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. ഗൗതം, ശരി, അനുപമയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.